കൊടൈക്കനാൽ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടാണല്ലോ രണ്ടാമത്തെ പാട്ട് കാണാൻ വരണം. ആദ്യത്തെ പാർട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ ജസ്റ്റ് കൊടൈക്കനാൽ വരുന്നതും ഒരു ലേക്ക് പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ റിസോർട്ടും പിന്നെ ഇവിടെയുള്ള ചെറിയ 1-2 സ്പോട്ടുകളും കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും. അത്രയൊക്കെ ഉള്ളൂ. സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിസോർട്ട് കാണിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടാക്കിയാലോ. സമയം ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. 8:30 ഇറങ്ങാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കുളിക്കണേൻ്റെയും മൈൻഡൊക്കെ തിരക്കിലാണ്. നോക്കി നോക്കാല. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടാം. അതിൻ്റെ ഇടയക്കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ സെക്ഷൻ്റെ ഒരു ഇത് കിട്ടും. എടുക്കാറിയണവരെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? അടിപൊളിയായിരുന്നു. സൂപ്പറായി. മറ്റേ കാര്യം പറയരുത്. സൂപ്പറാ. ഞങ്ങളുടെ ചങ്കണമായി ഇന്നലെ ഞങ്ങൾ വൈബാക്കി കൊടുത്തുണ്ടോ പൊളിയാക്കി. ഇതാണ് നമ്മുടെ മെയിൻ ഹോള് വരുന്നത്. പുലി ഡ്രസ് മാറാനുള്ള ഇടയിലാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം റോബിൻ ബാത്റൂം കടന്നൊന്നും പറയാൻ പറ്റില്ല, ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. പറ്റിച്ച് പ്രൊപ്പറേറ്റർ എന്നിട്ട് പറയാനുള്ള പറയല്ലേ പറയെന്തേലും പറയേ. അതെ, ഇത് കിച്ചൺ സെറ്റപ്പ് ഒന്ന് പറയാം. ഇവിടെയും ഇങ്ങനെയും ഒരു ഏരിയ ഉണ്ട്. വൈബ് താൻ നല്ലോടെ കണ്ടാറോ ഈ ഭാഗം? പിന്നെ ഒരു റൂം കൂടി ഉണ്ട് നമുക്ക് അപ്സ്റ്റെയറിൽ. മൊത്തം 3 റൂം. ഭാഗ്യം ഇവിടെ ആരും ഇല്ല. ഇതുവഴി നമുക്ക് ടോപ്പിലേക്കും കയറാം. അവിടെ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ. രാത്രി നല്ല രസമുണ്ടാ കാണാൻ. നല്ല ഇങ്ങനെ ഒരു ബിൽഡിങ്ങുകൾ ഇങ്ങനെ നല്ല തട്ടായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും രാത്രി അടിപൊളിയാണ് മുകളിൽ കയറി നിന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടാ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. കൂടെയുള്ള മെയിൻ പ്രശ്നം ഈ ഒരു കുന്ന് പോലെ സംഭവം ഉണ്ടല്ലോ, കയറി വരണമെങ്കിൽ ഇത്തിരി പാടായിരിക്കും. അപ്പം അത് കയറി വരണം, അത്രയ്ക്കുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വണ്ടി അവിടെ ട്രാവലർ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും കുളി കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം, ഏതെങ്കിലും സ്ഥലം കാണാൻ പോവുക. അതാണ് അടുത്ത പരിപാടിയിട്ടാണ്. I didn't want to see you when you came home, 'cause you always try to hurt me and that's so low. When I talk to you about it, you're in defense mode. Whoa, oh, 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 oh. How can we work on ourselves when you say no? Whoa, oh, oh, oh. ഞങ്ങൾ പോണ വഴിക്കാണ് ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കാലത്തത് എന്തെങ്കിലും കഴിച്ചിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഒരു സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കഴിക്കാൻ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം. എന്തിനാ കഴിക്കണേ? ദോശ. ചായ കുടിക്കില്ല? ഞങ്ങളിവിടെ എവിടെയെങ്കിലും ഉണ്ടോ?
മോയർ പോയിന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റ്, പൈൻ മലകളല്ലേ. അത് കഴിഞ്ഞ് ഗുണാക്കേവ്, അത് കഴിഞ്ഞാൽ പില്ലർ റോക്ക്, അത് കഴിഞ്ഞ് സൂയിസൈഡ് പോയിന്റ്. ഉള്ളത് നല്ല സ്ഥലം മാത്രം കാണണ്ട, കുറെ ചപ്പ് ചവറ് കാണാൻ ചേട്ടാ. വാഗമണ്ണില്ലേ പൈൻ മരങ്ങൾ, അവിടെ കണ്ടിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ. തങ്ങൾപ്പാറ ഇഷ്ടമായിട്ടോ കാരണം അത് രസാ. കാറ്റ് മനുഷ്യൻ പൂവതിനുള്ളിൽ നിന്നും മര്യാദ നിന്നില്ല. നല്ല കാറ്റുള്ള ഇതായിരുന്നു. Like this, so don't you think you got me up yet? I can't seem to deal with this. You try so hard to pull me in. ഇതാ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് കയറാൻ ഒരാൾക്ക് 10 രൂപ, പക്ഷെ ഫോറിനേഴ്സ് ആണെങ്കിൽ 100 രൂപ. ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ, അല്ലേ? അല്ലേ വെറും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇമാതിരി കാഴ്ചകൾ കാണാൻ പറ്റും. ആരും കാണാതെ പൂവണിഞ്ഞു ഇളം തെന്നലേ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇത് മുൻപ് നാം പ്രണയാർദ്രമായി പറയാൻ മറന്ന് വിചാരിച്ച ഇംഗ്ലീഷാണ്, ഇവൻ തമിഴ പറയണത്. ഫോട്ടോ I'll never go on like this, so don't you think you got me up yet? I can't seem to deal with this. You try so hard to pull me in. I can't deal with no more lies. She got me hooked up. Well, she pulling me in like a black hole, trapped in a grip and I can't break. Out of control and I can't feel my soul and my heart and my damn face. Cause I ain't be nothing without her. A king with no queen and no damn kingdom. Serving up hate with a cold vengeance. Fuck but I hate her, we can't slay them. Yeah, she's got me hooked, I'm down, I ride. Leaving, she tried to kill me, I can see it in her eyes. നിസാര നേരം കൊണ്ടുണ്ടായ ഒരു മഞ്ഞിന്റെ ഒരു ഇതാണ് കേട്ടോ. അത് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതേപോലെ ആയത്. നമ്മൾ ഉള്ളിൽ നിന്ന് വീടെടുക്കുമ്പോൾ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഫുള്ളായി. വണ്ടി പാർക്ക് ചെയ്തത് വരെ ഫുള്ള് കോടം കൂടിയിട്ടുണ്ട്. I'm bleeding, can someone heal me? I can't deal with no more lies. I'll never go on like this, so don't you think you got me up yet? I can't seem to deal with this. You try so hard to pull me on me. കറക്റ്റ് ഒരു 5 മിനിറ്റ് ആ വന്ന ഫോഗ് ഫുള്ള് പോയി കാണാം. അവർ നിൽക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. 5 മിനിറ്റ് നിന്നുള്ളൂ, അവസാനം എപ്പോഴേക്കും പോയി. അപ്പോൾ ഈ വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കണ്ടേ മഞ്ഞുമൽ ബോയ്സിൽ മറ്റേ അവരൊക്കെ അപകടത്തിൽ വേണം ഗുണ കേവില്ലേ, അവിടെയാണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കണത്. അപ്പോൾ ഈ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഈ പടമോ അങ്ങനത്തെ ട്രെയിലറോ അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ പടം തന്നെ കാണാൻ പോയത് തന്നെ. അപ്പോഴാണ് മനസ്സിലായത് ഗുണ കേവിന് എങ്ങനെയാണ് ഗുണ കേവ് എന്നുള്ള പേര് വന്നതും പിന്നെ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതൊക്കെയായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഒരു ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നെ മറ്റേ കമൽഹാസൻ്റെ ഒരു പടം വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഗുണ കേവ് എന്ന്
അറിയപ്പെട്ടത്. പിന്നെ ഈ മഞ്ഞുമൽ ബോയ്സിലത്തെ റിവ്യൂ കേട്ടിട്ടുള്ള അറിവാണ് ഈ ഗുണ കേവിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളതിൽ ഒരാൾ മാത്രമാണ് ജീവനോട് തിരിച്ച് കയറി വന്നിട്ടുള്ളതെന്ന് ഈ പടം കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ ഈ പടം കണ്ടത് തന്നെ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഒഴിവ് ദിവസമാണ് പോയി ഈ പടം കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇതിനുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഗുണ കേവും കണ്ട് നേരെ വന്നിട്ടുള്ളത് പില്ലർ റോക്ക് എന്ന് പറഞ്ഞ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഈ പില്ലർ റോക്ക് എന്ന സ്ഥലത്തിനും ഒരു കഥയുണ്ട്. ആ കഥ ആർക്കെങ്കിലും അറിയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു, പക്ഷേ അത് സേവ് ചെയ്യാൻ മറന്നുപോയി, വിട്ടുപോയി. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വ്യൂ പോയിൻ്റ്, അതായത് സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോണ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വീഡിയോ എൻഡ് ചെയ്യണതാണ്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി സൗണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ മുഖത്തുള്ള ഒരു എക്സ്പ്രഷനും സൗണ്ടും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. വീഡിയോ എടുക്കാത്തതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവരുടെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർ കൂടെ കൂടിക്കോ.